2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കും. ഗുജറാത്ത് ഇന്ത്യ മുന്നണി ഭരിക്കും പറയുന്നത് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ വെറും വാക്കല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഗുജറാത്ത് എക്കാലവും ബിജെപിയുടെ തട്ടകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും അവർ നേടി. 182 നിയമസഭാ സീറ്റിൽ 160 സീറ്റുകൾ നേടിയാണ് ബിജെപി ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ഗുജറാത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഗുജറാത്തിൽ പറക്കും. ഗുജറാത്ത് പിടിച്ചെടുക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും. രാഹുലിന്റെ വാക്കുകൾ മോദിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പല പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് ചേക്കേറിയ നേതാക്കളെ തിരികെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഹാർദിക് പട്ടേൽ അടക്കമുള്ള കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ബിജെപിയിൽ ചേർന്ന ഹാർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് തിരികെ വരുന്നു. കാരണം അവർക്കിപ്പോൾ മനസ്സിലായി രാഹുൽ ഗാന്ധിയിൽ അവർ ഒരു രക്ഷകനെ കാണുന്നു. അവർ തിരികെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് കരുത്താർജിക്കുകയാണ്. ഗുജറാത്തിൽ കോൺഗ്രസ് പിടിമുറുക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്റെ പ്രത്യേക ശ്രദ്ധ ഗുജറാത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗുജറാത്ത് കോൺഗ്രസിന് ഏറെക്കാലമായി ബാലികേറാമലയാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഗുജറാത്ത്, ഗാന്ധി പറന്ന ഗുജറാത്ത്. പക്ഷേ പിന്നീട് അവിടെ ബിജെപി പിടിമുറുക്കി. ശങ്കർ സിംഗ് വഗേല അടക്കമുള്ള നേതാക്കളാണ് ബിജെപിക്ക് ഗുജറാത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കൊടുത്തത്. പിന്നീട് നരേന്ദ്രമോദിയുടെ കാലത്ത് നടന്ന വർഗീയ കലാപം ഗുജറാത്തിലെ ഹിന്ദുക്കളെ ഏകോപിപ്പിച്ചു. അമിത്ഷയും നരേന്ദ്രമോദിയും ഗുജറാത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തി. ഗുജറാത്തിനോട് പ്രത്യേക ശ്രദ്ധ നരേന്ദ്രമോദി എപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു മോദിക്ക്. ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നു എന്ന വാർത്ത വരുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറും വാക്കല്ല എന്ന് തെളിയുന്നു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ത്യ മുന്നണി ഒരുങ്ങിക്കഴിഞ്ഞു ഗുജറാത്ത് പിടിക്കാൻ. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതകളൊക്കെ ഇന്ത്യ മുന്നണി തേടുന്നു. വെറും ശക്തമായ പ്രകടനമല്ല, ഗുജറാത്ത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പടയൊരുക്കം. ആ പടയൊരുക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. രാഹുൽ ഗാന്ധിയെ പണ്ടത്തെ പോലെ പപ്പുവെന്നോ പക്വതയില്ലാത്തവനെന്നോ ഒന്നും വിളിച്ച് കളിയാക്കാൻ മോദിക്കാവില്ല. രാഹുൽ ആരാണെന്ന് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞു ബിജെപിക്ക്. രാഹുലിന്റെ കീഴിൽ ഇന്ത്യ മുന്നണി അനുദിനം കരുത്താർജിച്ച് വരികയാണ്. ബിജെപിയുടെ തട്ടകമായ ബിജെപിയുടെ കോട്ടയായ ഗുജറാത്ത് പിടിച്ചെടുക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ മോദി നെട്ടോട്ടത്തിലാണ്. കാരണം രാഹുൽ ഗാന്ധി ചെയ്യാൻ കഴിയുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത. എന്തായാലും 2027 ഗുജറാത്ത് തങ്ങളുടെ കീഴിലാകും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ബിജെപിയുടെ ശക്തി ദുർഗമായ ഒരു സംസ്ഥാനം അവരെ കൈവിടുന്നു എന്ന ശക്തമായ വികാരം ബിജെപിയിൽ നിലനിൽക്കുന്നു. ബിജെപിയിൽ നിന്ന് പല നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ചർച്ചകളിലാണ്. ആ ചർച്ചകളിൽ ആദ്യമായി ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നത് ഹാർദിക് പട്ടേലാണ്. ബിജെപി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പ്രമുഖ നേതാക്കളും ഒക്കെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. കാരണം ഗുജറാത്തിലെ ബിജെപിയെ അവർ മടുത്തിരിക്കുന്നു.